മലയാളി വാർത്താ ഹെഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞ ഒരു വാർത്തയാണല്ലോ. കൊല്ലം തേവലക്കര സ്കൂളിലെ മിഥുൻ എന്ന ഒരു 13 വയസ്സുള്ള കുട്ടി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ, സ്കൂൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ പിടിച്ച് മരണപ്പെട്ടു. അപ്പം അതിനെതിരെ പ്രതിഷേധ തിരമാലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? മന്ത്രിയുടെ വീട്ടിൽ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൽ, KSEBിയുടെ. നമ്മൾ ഇപ്പോൾ ആഴ്ചയിൽ ഒന്നെങ്കിലും ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ഞെട്ടിക്കുന്നതും വാർത്തകൾ കേൾക്കാറുണ്ട്. നേതാക്കന്മാർ പൊട്ടിത്തെറിക്കാറുണ്ട്. ഈ ഞെട്ടിപ്പിക്കുന്ന ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരാരാ? മനുഷ്യസ്നേഹികളാണോ? അല്ല. മനുഷ്യസ്നേഹികളാണെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപോലെ പ്രതിഷേധിക്കണം. ഇവിടെ പ്രതിപക്ഷത്തുള്ള, ഭരണത്തിലില്ലാത്ത പാർട്ടിക്കാരാണ് സമരവുമായിട്ട് വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിലേക്കൊക്കെ ജാഥ നടത്തുന്നു. എന്തുകൊണ്ട് ഭരണകക്ഷിയിൽപ്പെട്ടവർ ഇടപെടുന്നില്ല? അതിപ്പോഴല്ലേ, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും അത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ, തൊഴിൽ തർക്കുമ്പോൾ എന്തുണ്ടായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോഴും എല്ലാം അവരുടെ ഇടയിൽ പോയി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ പ്രതിപക്ഷത്തുള്ളവർ. ഭരണകക്ഷിക്കുള്ളവർ ഇതൊന്നും കണ്ടില്ല, കേട്ടില്ല. ഇവർക്കൊന്നും മനുഷ്യത്വപരമായ കാര്യങ്ങൾ, മനുഷ്യസ്നേഹികളായിട്ട് ഇടപെടണമെന്നല്ല, അധികാരത്തിലിരിക്കുന്നവർക്ക് അവരെ ചൂണ്ടുക, അവരെ കുറ്റം പറയുക, അവരോട് രാജിവെക്കാൻ പറയുക. മന്ത്രി രാജിവെക്കുക, എന്ത് പറഞ്ഞാലും മന്ത്രി രാജിവെക്കുക. ഈ രാജിവെക്കുന്ന ഒരു സൊല്യൂഷനാണോ? അവർ രാജിവെച്ച് പോയാൽ നിങ്ങൾക്ക് ഭരണത്തിൽ വരാനുള്ള സാധ്യത കിട്ടുമെന്ന് കരുതിയായിരിക്കും ഇങ്ങനെ പറയുന്നത്. മെഡിക്കൽ കോളേജിലെ കക്കൂസ് കെട്ടിടം ഇടിഞ്ഞു വീണൊരു ആ സ്ത്രീ മരിച്ചപ്പോഴും പറഞ്ഞ് മന്ത്രി രാജി. അണക്കെട്ടിൽ വെള്ളം ഒഴുകിപ്പോയി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കുക. ഇനി രാജിവെക്കുക എന്ന് പറയുന്നതല്ലാതെ ഇവർക്കാർക്കും മനുഷ്യരോട് യാതൊരു പ്രതിബദ്ധതയില്ല. പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയാണേലും ഇല്ല. പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരെന്തുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്തില്ല? ഈ മന്ത്രിയുടെ പാർട്ടിക്കാർ പോലും സമരം ചെയ്യണം. അതാണ് യഥാർത്ഥ ജനാധിപത്യം, യഥാർത്ഥ മനുഷ്യസ്നേഹം എന്ന് പറയുന്നത്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ, അയാൾക്കെതിരെ അല്ലെ അയാളെ ബോധവൽക്കരിക്കാനുള്ള നടപടികളുണ്ട്. ഇത് ഏത് ഭരണം നടന്നാലും ഭരിക്കുന്ന പാർട്ടിക്കാരെ അടുത്തെങ്ങും കാണാൻ കിട്ടില്ല. എന്ത് മാനുഷിക പ്രശ്നങ്ങളുണ്ടായാലും, തൊഴിൽ തർക്കങ്ങളുണ്ടായാലും, ഇവിടെ ആശാമാരുടെ സമരം കണ്ടു. ഭരണകക്ഷിയിലുള്ളവരോ നേതാക്കന്മാരോ ആരും ഇല്ലല്ലോ അവിടെ. പക്ഷെ അവർ പ്രതിപക്ഷത്താണെങ്കിൽ ഇവരാണ് പിന്നെ നിൽക്കുന്നത്. അതുപോലെ നഴ്സുമാരുടെ സമരം നടന്നാലും, ഏത് സമരം നടന്നാലും ഭരണകക്ഷിയിൽപ്പെട്ടവർ അവിടെ കാണില്ല, മന്ത്രിമാരവിടെ പോകത്തില്ല. അവർക്ക് ജാള്യത, അവരുടെ ഉത്തരവാദിത്തത്തിലാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പം ഈ പറയുന്ന രണ്ട് കൂട്ടർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരും അല്ലാത്തവരും ഇവർക്ക് ആർക്കും യാതൊരു മനുഷ്യസ്നേഹമുള്ള പ്രതിബദ്ധതയില്ല. ഭരിക്കുന്നവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കി അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രം ഒരു അജണ്ടയുള്ളൂ, അല്ലാതെ യാതൊരു അജണ്ടയില്ല. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പം കോൺഗ്രസ് സമരം ചെയ്യുന്നു ഇതിനു വേണ്ടിയിട്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ ഇടതുപക്ഷം ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർ സർവമാന രംഗങ്ങളിൽ ഇടപെടും. അവരോട് മനുഷ്യനെയുള്ളവരന്ന് ഭൂമിയിൽ കാണത്തില്ല. ഈ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിന് റെസ്പോൺസിബിൾ. അതിന് മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് ലക്ഷക്കണക്കിന് വൈദ്യുതി ലൈൻ പോകുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, അല്ലെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതായിരിക്കും. ഈ താഴെ സെക്ഷൻ ഓഫീസർ ഇൻചാർജ്, അവർക്കാണ്, അവരെ അക്കൗണ്ടബിലിറ്റി അവർക്ക് കൊടുക്കുന്നില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭരണത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. ഉത്തരവാദിത്തപ്പെട്ട് ഒരു ജോലി ഏൽപ്പിക്കുന്നയാൾ ജോലിയിൽ വീഴ്ച വരുത്തിയോ ഇല്ലെന്നുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ല. അതിന് വീഴ്ച വരുത്തിയാൽ ഉടനെ അത് നമ്മുടെ പാർട്ടിയുടെ അനുഭാവിയാണെങ്കിൽ രക്ഷിക്കാനാണ് നോക്കുന്നത്. എല്ലാ എൻക്വയറികളും എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആൾക്കാരെ രക്ഷിക്കാനാണ് നോക്കുന്നത്. ഞാൻ ഒരു 2-3 മാസം മുമ്പ് ഇവിടെ റോഡിൽ കൂടി പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ വിളിച്ച് ഓവർസിയറോട് പറഞ്ഞു ഇങ്ങനെ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത്. അതുകൊണ്ട് കൺസ്യൂമർ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പ്രശ്നമല്ല, ഇത് പബ്ലിക് റോഡിൽ കൂടെയാണ് വെള്ളം ഒഴുകുന്നത്, അപ്പോൾ ആ ലൈന് പൊട്ടി താഴെയാണെന്ന് എനിക്കറിയത്തില്ല.
ഞങ്ങൾ എൻ്റെ ഫോൺ നമ്പരൊക്കെ മേടിച്ച് വെച്ച് ഞങ്ങൾ വരാൻ നോക്കാമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ടും വന്നില്ല. അന്നേരം ഞാൻ വിളിച്ചു. അന്നേരം പറഞ്ഞു വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, ആളെ വിടാം. അത് കഴിഞ്ഞും വന്നില്ല. പിന്നെ 1 മാസം കഴിഞ്ഞു. ഞാൻ എൻ്റെ ആ ലൈൻ പോകുന്ന ഏകദേശം ഒരു ഉദ്ദേശം കണ്ടിട്ട് അത് ഏത് വീട്ടിലേക്കാണ് ഇരിക്കുമെന്ന് ഊഹിച്ചിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞു, ഒന്ന് നോക്കിയേരെ, ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്തേരെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു കംപ്ലൈൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 മാസം കഴിഞ്ഞു. ചുരുങ്ങിയത് ഒരു 3/4 ഇഞ്ചിൻ്റെ ലൈന് പൊട്ടി വെള്ളം ഒഴുകാണ്. 1 മണിക്കൂറിൽ ഒരു 3000 ലിറ്റർ വെള്ളമേലും അതിലേ പോകും. അപ്പോൾ 24 മണിക്കൂറിൽ എത്ര ലിറ്റർ വെള്ളം പോയി? അങ്ങനെ 3 മാസം എത്ര വെള്ളം പോയി കാണും? ഞാനൊരു അപ്രോക്സിമേറ്റ് കണക്കെടുത്തപ്പോൾ ഒരു 50 ലക്ഷം ലിറ്റർ വെള്ളം. പ്ലംബറെ വിട്ട് തരാം, അല്ല പ്ലംബറിൻ്റെ ഫോൺ നമ്പർ തരാം. അതായത് ലൈന് നമ്മുടെ മീറ്ററിൻ്റെ പുറത്താണെന്ന് വിചാരിച്ചോണം. ഒരു പ്ലംബറിന് നമ്പർ തരാൻ, വിളിച്ച് ചെയ്യിച്ചാൽ മതി എന്ന് പറയും. നമ്മൾ പ്ലംബറെ വിളിക്കും, അയാൾ ഓടി വന്ന് ചെയ്ത് കഴിയുമ്പോൾ 2000 അതിൻ്റെ വർക്ക് ലോഡിൻ്റെ എത്ര ആഴത്തിലാണ് കുഴിക്കേണ്ടതെന്ന് വെച്ചാൽ 2000 രൂപ മേടിക്കും. അതുകൊണ്ട് നേരെ വാട്ടർ ഓഫീസിൽ കൊടുക്കും. ഇവർ കോൺട്രാക്ടേഴ്സാണ് സ്ഥിരം. കോൺട്രാക്ടർ ബില്ലുണ്ടാക്കുന്നതോടെ ഈ ലീക്ക് റിപ്പയർ ചെയ്തതിൻ്റെ കാശ് അവർക്ക്. ഇത് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലും. അവിടെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ലൈന് ഇതിൽ കംപ്ലൈൻറ്റ് ഇല്ല. കംപ്ലൈൻറ്റ് ഉണ്ട്, പക്ഷേ അവരുടെ അല്ല കൺസ്യൂമർ ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ കൺസ്യൂമർ ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കിലി കെട്ടത്തുള്ളൂ. അതാണ് ഇത് 10-30 കൊല്ലമായിട്ട് ഈ ലൈൻ അങ്ങനെ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. 30 കൊല്ലമായിട്ട് ആരും ഒരു നടപടി എടുത്തില്ല. ഇത് അക്കൗണ്ടബിലിറ്റി, ആ സെക്ഷൻ്റെ കീഴിൽ ഇന്ന് വരെ ജോലി ചെയ്ത് ഏത് വർഷം തൊട്ട് ഇതിങ്ങനെ കിടക്കുകയാണോ, അല്ലെ ഏറ്റവും ആദ്യം കംപ്ലൈൻറ്റ് എന്ന് കിട്ടിയോ അന്ന് തൊട്ടുള്ള ഉദ്യോഗസ്ഥരെ എടുത്തിട്ട് അവരെ അക്കൗണ്ടബിലിറ്റി ചെയ്യിക്കണം. അവരെ ഇൻക്രിമെൻ്റ് തടയോ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെയുള്ള നടപടികൾ എടുത്താൽ ഉത്തരവാദിത്തോടു കൂടി ജോലി ചെയ്തു. നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് ഉത്തരവാദിത്തോടു കൂടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇല്ലെന്ന് വെച്ചാൽ 90% ഇല്ല. 10% പേര് കാണും, അവരുടേതായ ഉത്തരവാദിത്വം എടുത്ത് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ താഴെയുള്ള ലെവലിലുള്ളവരെ കൊണ്ട്, ഫീൽഡ് സ്റ്റാഫിനെ കൊണ്ട് പണിയെടുപ്പിക്കണമെങ്കിൽ അത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ജൂനിയർ ലെവൽ ഓഫീസേഴ്സ് ആയിരിക്കും. ഇവർക്ക് ഈ വർക്കേഴ്സുമായിട്ട് ട്രേഡ്സ് സ്കില്ലുള്ള ലേബറേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാതെ വർക്ക് ചെയ്യാൻ പറ്റും. അവർ ചെയ്യത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ പോയി ചെയ്യടാന്ന് പറയാൻ പറ്റത്തില്ല. നേരത്തെ അവർ സമരം ചെയ്യും. അപ്പം ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത്. അല്ലാതെ വെറുതെ കഴിഞ്ഞൊരു കെട്ടിടം വീഴുമ്പോഴോ ഒരു പാലം വീഴുമ്പോഴോ വൈദ്യുതി ലൈൻ പോസ്റ്റ് മറിഞ്ഞ് വീഴുമ്പോഴോ പൊട്ടി വീഴുമ്പോഴോ ഇതൊക്കെ അന്നേരം കിടന്ന് നമ്മൾ നിലവിളിച്ചിട്ടോ ഞെട്ടിപ്പോയിട്ടോ ഞെട്ടിത്തരിച്ചിട്ടോ പേടിച്ചിട്ടോ കാര്യമില്ല. എന്നുവെച്ചാൽ നമുക്കറിയത്തില്ല എങ്ങനെ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് നടക്കുന്നു. ഇപ്പോൾ ഈ കാട്ടുമൃഗങ്ങൾ നടക്കുന്ന പോലെ എവിടെയൊക്കെയോ പോയി ഇര തേടി കഴിയുന്ന പോലെ നമ്മൾ എന്തൊക്കെയോ കണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ബാക്കി വെച്ചിട്ട് പോയ രീതി അനുസരിച്ച് അങ്ങ് പോകുന്നു. അല്ലാതെ ഇന്ന രീതി പോകണം, നന്നായിട്ട് പോകണം, അതെങ്ങനെ നന്നായിട്ട് നടത്താമെന്നുള്ളത് നമുക്കറിയത്തില്ല. അതിപ്പോൾ റോഡ് സൈഡിൽ കൂടെ നടന്നു നോക്കിയാലും അറിയാം, ഫുട്പാത്തുകളൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നു. താഴോട്ട് നോക്കി നടന്നില്ലേ തലയും കുത്തി വീഴും. ഇതൊക്കെ പല ലെവലിലായിരിക്കും പൊട്ടിപ്പോയത് കാണും പകുതി. പിന്നെ ഗാർബേജ് എല്ലായിടത്തും കൊണ്ടുപോയിടും. കണ്ണ് കാണിയാലത്തെ ആൾക്കാർ സ്ഥിരം പോയാലത്തെ എല്ലായിടത്തും കൂടെ ഇതെല്ലാം കൊണ്ടുപോയിടും. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ആളുണ്ടെങ്കിലും ചെയ്യത്തില്ല. അതായത് ജോലി ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിക്കാൻ അറിയത്തില്ലാത്തതാണ് ഇങ്ങനത്തെ അനർത്ഥങ്ങൾ നടക്കുന്നത്. ഇത് നടന്നു കഴിയുമ്പോൾ മന്ത്രിമാർക്കും അല്ലാത്തവരും ചോദിക്കുന്നത്, എന്തിനാ അതിൻ്റെ മുകളിൽ കയറിയേ? വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ പറയും എന്തിനാ കുളിക്കാൻ പോയേ? റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ചാൽ പറയും എന്തിനാ റോഡിൽ കൂടി നടന്നത്? ഇങ്ങനെ പറയുന്ന മന്ത്രിമാരുള്ളൂ. അത് ഉത്തരവാദിത്വം ഉള്ളവർ
അവരെല്ലാം നിസ്സാരവൽക്കരിക്കാൻ നോക്കും. അത് ഭരണത്തിലിരിക്കും. പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പിന്നെ ഉത്തരവാദിത്വത്തിൻ്റെ അങ്ങേയറ്റത്തുള്ളവരാണ് നമ്മുടെ നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ, ഈ പൊതുജനങ്ങൾ. ഇന്ന് പോയിട്ട് ഈ സമരം ചെയ്ത് പോലീസുമായിട്ട് മല്ലടിക്കുന്നവരുടെയൊക്കെ കണ്ടാൽ തോന്നുന്നു ഇവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ നാളെ ഇവരായിരിക്കും പെർഫെക്റ്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ്. അല്ല, ഇവരും തദൈവ. എന്നുവെച്ചാൽ ഫണ്ടമെൻ്റലി നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കേണ്ട ഒരു രീതി അറിയത്തില്ല. അത് മാറാതെ ഇവിടെ ഞെട്ടിത്തിരിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ നാടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. കെട്ടിടങ്ങൾ വീഴാറായതാണെങ്കിൽ അത് വീഴുന്നതിന് മുമ്പ് ചൂണ്ടിക്കാണിച്ചാലും ഒരു നടപടി എടുക്കത്തില്ല. കാരണം നടപടി എടുത്തില്ലേലും എനിക്കൊന്നും ഇല്ല, ഞാനിവിടെ ഇരുന്ന് 2 കൊല്ലം കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വീഴട്ടെ. ഇതാണ് ഉദ്യോഗസ്ഥരുടെ മനസ്സിലിരിപ്പ്. എന്നാൽ ഇത് ചിക്കിൽ കിട്ടുന്നതാണെങ്കിൽ അവർ ഭയങ്കര എഫിഷ്യൻ്റാണ്. ഇന്ത്യക്കാരുടെ അത്രയും എഫിഷ്യൻ്റ് ആൾക്കാർ ലോകത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ലോകത്തെല്ലായിടത്തും ജോലി കിട്ടുന്നത്. അപ്പം ചോദിക്കുക അവിടെ ഇതുപോലെ കൈക്കൂലി കിട്ടുന്നു. അവിടെ കൈക്കൂലി കിട്ടുന്നില്ല. അവിടെ ഇരിക്കുന്ന ചെയറിൻ്റെ അടിയിൽ അങ്കീട്ടി കാണും. അങ്കീട്ടി, ഹിന്ദിയിൽ അങ്കീട്ടി എന്ന് പറഞ്ഞാൽ തീ ജ്വലിക്കുന്ന ഒരു സാധനം, തീക്കട്ട അടുപ്പ് അടി കസരയുടെ അടിയിൽ കാണും. ചെയ്തില്ലെങ്കിലേ ആസനം പൊള്ളിപ്പോ, അന്നേരം ചെയ്യും. അത് കേരളത്തിന് പുറത്ത് പോയിട്ട് ഇതുപോലെയാണ് വർക്കേഴ്സ് ശരിക്കും വർക്ക് ചെയ്യും മലയാളി. ഇവിടെയാണ് മാത്രം വെച്ചാൽ ഇവിടെ ഈ വർക്ക് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഒന്നും പൊള്ളത്തില്ല, പോക്കറ്റും പൊള്ളിയില്ല, താഴെയും പൊള്ളിയല്ല. പിന്നെ ഇതിനെ വർക്ക് ചെയ്യുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയി.